നിസ്തുല്യ നാമം ഉയർത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ USA-യിലുള്ള HTC-യുടെ 4ാം യാമത്തിന്റെ മീറ്റിംഗിൽ കർത്താവിന്റെ വചനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ കഴിയുന്നതിൽ വളരെ സന്തോഷിക്കുന്നു. ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാ കർത്തൃദാസന്മാർക്കും ആത്മീക പ്രബുദ്ധരായ ദൈവമക്കൾക്കും നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ വന്യപരിശുദ്ധ നാമത്തിലുള്ള ക്രിസ്തീയ വന്ദനങ്ങൾ വിനീതമായി അറിയിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. സംഭവ വിപുലമായിട്ടുള്ള ഒരു കാലയളവിലൂടെ നാം കടന്നു പോകുമ്പോൾ നാം ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ കർത്താവ് നമ്മെ എല്ലാവരെയും കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു പരിപാലിക്കുന്നു എന്നുള്ളത് ഏറ്റവും അനുഗ്രഹീതമായ മഹത്വകരമായ കാര്യമാണ്. കർത്താവിന്റെ കരുതലിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. പ്രാർത്ഥനയോടെ നമുക്കിന്ന് ദൈവവചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം. 2 തിമോഥെയോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിലേക്കാണ് ചില നിമിഷങ്ങൾ നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയെ സ്വാഗതം ചെയ്യുന്നത്. ധന്യനായ പൗലോസ്ലീഹ നിജപുത്രനായ തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 3-ാമത്തെ വാക്യം. 2 തിമോഥെയോസ് 2:3. ക്രിസ്തുയേശുവിന്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കാം. നമുക്കറിയാം, ധന്യനായ പൗലോസ്ലീഹായുടെ ജീവിത സായാഹ്നത്തിൽ താൻ എഴുതിയ ലേഖനമാണ് 2 തിമോഥെയോസിന്റെ ലേഖനം. താൻ വിവിധ പ്രാവശ്യം കാരാഗൃഹത്തെ കിടന്നിട്ടുണ്ട്. 4-5 പ്രാവശ്യങ്ങൾ താൻ കാരാഗൃഹത്തിൽ കിടന്നിട്ടുണ്ട്. കൈസരിയയിലും ഫിലിപ്പിയിലും യെരുശലേമിലും കൂടാതെ 2 പ്രാവശ്യം റോമിലും കാരാഗൃഹത്തിൽ കിടന്നിട്ടുണ്ട്. എന്നാൽ തൻ്റെ 2-ാമത്തെ പ്രാവശ്യത്തെ റോമൻ കാരാഗൃഹ ജീവിതത്തിലാണ് താന് തിമോഥെയോസിന് ലേഖനം. പക്ഷെ ഈ ലേഖനത്തെ പൊതുവെ കാരാഗൃഹ ലേഖനങ്ങളുടെ കൂടെ കൂട്ടാറില്ല. ഇതിനെ ഇടയ ലേഖനങ്ങളുടെ കാറ്റഗറിയിലാണ് അറിയപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു മറ്റ് കാരാഗൃഹ ലേഖനങ്ങളുടെ വന്ദനം പറയുന്നതിൽ നിന്നൊരല്പം വ്യത്യസ്തമായിട്ടാണ് ഇതിന്റെ വന്ദനം തന്നെ പൗലോസ് പറയും. ഉദാഹരണമായിട്ട് നമുക്ക് കാരാഗൃഹ ലേഖനങ്ങളെ ശ്രദ്ധിച്ചാൽ അവിടെ വന്ദനം പറയുമ്പോൾ നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ ക്രിസ്തുയേശുവിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ എന്നാണ് പറയുന്നത്. എന്നാൽ ഇടയ ലേഖനത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു പദം കൂടെ ചേർത്ത് പറയാൻ പൗലോസ് ഉത്സാഹിക്കുകയാണ്. എന്താണ് ചേർത്ത് പറയുന്നത്? സ്തോത്രം. അവിടെ പറയുന്നത് പിതാവായ ദൈവത്തെങ്കിൽ നിന്നും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിനക്ക് കൃപയും കനിവും സമാധാനവും ഉണ്ടാകട്ടെ. അവിടെ ഒരു പദം ചേർത്തു. എന്താണ്? കനിവ്. ഗ്രേസ്, മേഴ്സി ആൻഡ് പീസ്. ഒരിടയന് ഏറ്റവും കൂടുതലായി തൻ്റെ ആടുകളോട് ഉണ്ടായിരിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് കനിവ് എന്നുള്ളത്, മേഴ്സി എന്നുള്ളത്. അതുകൊണ്ടാണ് പൗലോസ് ഈ ഇടയ ലേഖനങ്ങളിൽ വന്ദനം പറയുമ്പോൾ തൻ്റെ വന്ദനത്തിന് വരെ ഒരു മാറ്റം വരുത്തിയാണ് പൗലോസ്
ചെയ്തിരിക്കുന്നു. ഇവിടെ പൗലോസ്ലീഹ തൻ്റെ ജീവിതത്തിന്റെ സായാഹ്നത്തിലാണ് തനിക്ക് വ്യക്തമായ ബോധ്യമുണ്ട് തൻ്റെ നിര്യാണകാലം അടുത്തു എന്നുള്ളത്. താനത് പറയുന്നു. നല്ല പോർ പൊരുതി താൻ ഓട്ടം തികച്ചു എന്നും ഇനി വിശ്വാസം താൻ കാത്തു, ഇനി നീതിയുടെ കിരീടത്തിനായിട്ട് താൻ പോകുവാൻ തയ്യാറാകുന്നു എന്നൊക്കെ നല്ല ബോധ്യമുണ്ട്. എന്നാൽ താൻ ഈ ഭൂമിയിൽ നിന്ന് പോയാലും താൻ തുടങ്ങി വെച്ച സുവിശേഷീകരണവും താൻ വില കൊടുത്ത് സുവിശേഷത്താൽ സ്ഥാപിച്ചെടുത്ത സഭകളുമൊക്കെ നിലനിൽക്കണമെങ്കിൽ തനിക്ക് ശേഷം തന്നെപ്പോലൊരാൾ ഉണ്ടായിരിക്കണമെന്നുള്ളത് പൗലോസിന് വ്യക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ പൗലോസ് താൻ സുവിശേഷത്താൽ ജനിപ്പിച്ചെടുത്ത തൻ്റെ നിജപുത്രൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന തിമത്യോസിനെയാണ് തൻ്റെ പിൻഗാമി എന്ന നിലയിൽ താൻ കണ്ടത്. അതുകൊണ്ട് ജീവിത സായാഹ്നത്തിൽ നിജപുത്രനായ തിമത്യോസിന് ലേഖനം എഴുതുമ്പോൾ ആ ലേഖനത്തിനകത്ത് തന്നെ പോലെ തന്നെ ശുശ്രൂഷയിൽ തിമത്യോസ് ശോഭിക്കാൻ, തന്നെ പോലെ തന്നെ സുവിശേഷത്തിന്റെ വക്താവായി നിൽക്കാൻ, തന്നെ പോലെ തന്നെ ഈ പോർക്കളത്തിൽ അതേ ഒരു കോട്ടമതിൽ പോലെ നിൽക്കുവാനുള്ള ചില ഉപദേശങ്ങൾ, ചില ആഹ്വാനങ്ങൾ തൻ്റെ ജീവിതത്തിന്റെ അന്ത്യകാലങ്ങളിൽ തിമത്യോസിന് നൽകുന്നതാണ് ഈ 2 തിമത്യോസിന്റെ ലേഖനത്തിന്റെ പ്രധാനപ്പെട്ട പ്രമേയം. അതിൽ ഇത് മുഴുവൻ ആഹ്വാനങ്ങളാണ്, തിമത്യോസിനുള്ള ആഹ്വാനങ്ങളാണ് ഈ 4 അധ്യായത്തിലുള്ളത്. അതിൽ നമ്മൾ വായിച്ച വാക്യം 3-ാം വാക്യമാണ്. 2 തിമത്യോസ് 2-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. ക്രിസ്തുവേശുവിന്റെ നല്ല ഭടനായ നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കാം. സ്തോത്രം. നമ്മൾ ഇന്ന് ചിന്തിപ്പാൻ പോകുന്ന വിഷയം സൈന്യം എന്നുള്ള വിഷയമാണ്. ഇംഗ്ലീഷിൽ വേണമെങ്കിൽ ആർമി എന്നോ മിലിറ്ററി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഈ സന്ദേശത്തിലൂടെ സൈന്യത്തിലേക്കുള്ള ഒരു സ്വാഗതമാണ് പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ നിങ്ങളോട് അറിയിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ, പ്രത്യേകിച്ച് കേരളത്തിൽ, ഇഷ്ടപ്പെടുന്ന ഒരു മേഖലയാണ് എന്ത്, ഈ സൈന്യം എന്ന് പറയും, അല്ലെങ്കിൽ മിലിറ്ററി എന്ന് പറയും. പണ്ടൊക്കെ അതൊരു ഒരു ഭാഷണായിരുന്നു. ഈ സൈന്യത്തിലൂടെയാണ് നമ്മുടെ രാജ്യത്തിന്റെ അതിരുകൾ സംരക്ഷിക്കപ്പെടുന്നത്, നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തികൾ സംരക്ഷിക്കപ്പെടുന്നത്, നമ്മുടെ രാജ്യത്തിലേക്കുള്ള നുഴഞ്ഞുകയറ്റക്കാരുടെ വരവുകൾ തടയപ്പെടുന്നത് ഒക്കെ ഈ സൈന്യത്തിലൂടെയാണ്. അപ്പോൾ ഒരു രാജ്യത്തിന്റെ സുരക്ഷ, ഒരു രാജ്യത്തിലുള്ളവരുടെ ജീവൻ നിലനിൽക്കുന്നത് ആ രാജ്യത്തിലെ പട്ടാളത്തിന്റെ ശക്തിയുടെയും ആർജവത്വത്തിന്റെയും അടിസ്ഥാനത്തിലാണ്. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ തങ്ങളുടെ ശത്രു രാജ്യമായ, അല്ലെങ്കിൽ തങ്ങൾ യുദ്ധം ചെയ്യാൻ പോകുന്ന ആ രാജ്യത്തിന്റെ സൈന്യത്തിന്റെ ശക്തി എന്താണെന്നാണ്, സൈന്യ ബലം എന്താണെന്നുള്ളതാണ് ആദ്യം നോക്കുന്നത്.
പണ്ടൊക്കെ കേരളത്തിലാണെങ്കിൽ ഈ സൈന്യത്തെക്കുറിച്ച്, അവരുടെ കഷ്ടപ്പാടുകൾ, അവരുടെ പോരാട്ടങ്ങൾ, അവരുടെ ജീവിത ത്യാഗങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കേട്ടറിവുകളൊക്കെ പല ആളുകളുടെയും കേട്ടിട്ട് ഇതൊക്കെ പലർക്കും പ്രചോദനമായിട്ട് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴേ ഒക്കെ സൈന്യത്തിലേക്ക് പോകാൻ സന്നദ്ധമായ ആളുകളെ പലരെയും എനിക്കറിയാം. ഇഷ്ടം. ഇനി പോകാൻ പറ്റാത്ത ആളുകൾ മിലിറ്ററിയുടെ ഹെയർ കട്ടിങ്ങും ഒക്കെ നടത്തിക്കൊണ്ട് നടക്കുന്ന പലരെയും എനിക്കറിയാം. ഇഷ്ടം. പക്ഷേ ഇതൊക്കെ അവരെ പ്രചോദനമാക്കിയതിന്റെ കാരണം മിലിറ്ററി പോയിട്ട് വന്ന പല ആളുകൾ പറഞ്ഞ കഥകളും അല്ലാതെ പല മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ പട്ടാളത്തിന്റെ ത്യാഗപൂർണമായിട്ടുള്ള ജീവിതം, അവരുടെ രാജ്യത്തിനു വേണ്ടിയുള്ള സ്നേഹം, ഇതൊക്കെ അറിഞ്ഞപ്പോൾ ഒരു പട്ടാളക്കാരനാകണമെന്ന് ആഗ്രഹിക്കാത്ത ആളുകൾ വളരെ ചുരുക്കമാണ്. എന്നാൽ ഇവിടെ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു സെക്കുലർ ആർമിയെ കുറിച്ചാണ്, ഒരു ഭൗതികമായിട്ടുള്ള സൈന്യത്തെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ പൗലോസ്ലീഹ തിമത്തിയോസിനോട് പറയുന്നത് അങ്ങനെയുള്ള ഒരു സെക്കുലർ ആർമിയെ കുറിച്ചല്ല. ഇവിടെ പൗലോസ് തിമത്തിയോസിനെ വിളിക്കുന്നത് ഭടൻ എന്നുള്ളൊരു വിശേഷണമാണ്. സോൾജിയർ. ഇതുപോലെയുള്ള നിരവധി സോൾജിയർമാർ ഒരുമിച്ച് ചേരുമ്പോഴാണ് അതൊരു സൈന്യമാകുന്നത്, ഒരു ആർമി ആകുന്നത്, ഒരു മിലിറ്ററി റെജിമെന്റ് ആയിത്തീരുന്നു. ഇവിടെ വേദപുസ്തകത്തിലേക്ക് നാം വരുമ്പോൾ നാം ചേരുന്ന സൈന്യം, ആ സൈന്യത്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ക്രിസ്തുവേശുവിന്റെ നല്ല ഭടനായി. ഇവിടെ മലയാളത്തിലെ ഈ ഒരു പരിഭാഷയിൽ മാത്രമേ ഉള്ളൂ ഭടനായി എന്ന്. മറ്റു ചില മലയാളം പരിഭാഷകൾ ഞാൻ വായിച്ചപ്പോൾ അവിടെ ക്രിസ്തുവേശുവിന്റെ ഒരു നല്ല സൈനികനെ പോലെ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചേരുന്ന ആർമി, നമ്മൾ ചേരുന്ന മിലിറ്ററി, അത് സെക്കുലർ അല്ല, പിന്നെ അത് സ്പിരിച്വലാണ്, ആത്മീക സൈന്യത്തിലാണ് നമ്മൾ ചേരുന്നത്. ആത്മീക സൈന്യം. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, നിജപുത്രനായ തിമത്തിയോസിന് പൗലോസ് കൊടുക്കുന്ന ഗൗരവമുള്ള ആഹ്വാനം, നീ ഒരു ആർമിക്കകത്താണ് ഇപ്പോൾ നിൽക്കുന്നത്, നീ ഒരു സൈന്യത്തിനകത്തെ ഒരു സോൾജിയർ ആണ് നീ. ഇന്ന് ഈ ദൈവവചനം കേൾക്കുന്ന നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളൊരു സാധാരണ വ്യക്തിയല്ല, നിങ്ങൾ ഒരു ആർമിയിലെ സോൾജിയറാണ്, നിങ്ങളൊരു സൈന്യത്തിനകത്തെ മെമ്പറാണ്. നിങ്ങൾ ചേർന്നിരിക്കുന്ന സൈന്യം അത് ക്രിസ്തുവിന്റെ സൈന്യമാണ്. ക്രിസ്തുവിന്റെ സൈന്യത്തിലെ ഒരു മെമ്പറാണ് നാം ഓരോരുത്തരും. നമ്മൾ അതുകൊണ്ട് അല്പനിമിഷം ചിന്തിക്കാൻ പോകുന്നത്, നാം ചേർന്നിരിക്കുന്ന ഈ സൈന്യത്തിന്റെ ചില പ്രത്യേകതകൾ. വലിയൊരു ഗൗരവമുള്ള വിഷയമാണ്. 2-3 ദിവസം
ചിന്തിച്ചാൽ തീരാത്ത വിഷയമാണ്. പക്ഷെ നമ്മുടെ ഈ ചുരുക്കം മിനിറ്റ് കൊണ്ട് ഞാൻ ചില പ്രത്യേകതകൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കും. നാം ചേർന്നിരിക്കുന്ന സൈന്യത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത, ഈ ആർമിയുടെ ഒന്നാമത്തെ പ്രത്യേകത, ഇത് വ്യക്തി കേന്ദ്രീകൃത സൈന്യമാണ്. നമ്മൾ ചേർന്നിരിക്കുന്ന ഈ സൈന്യത്തിന്റെ പ്രത്യേകത, ഇത് വ്യക്തി കേന്ദ്രീകൃത സൈന്യമാണ്. ഇപ്പൊ നമ്മൾ ഇന്ത്യയുടെ ആർമിയാണെങ്കിൽ, ചൈനയുടെ ആർമിയാണെങ്കിൽ, അമേരിക്കയുടെ ആർമിയാണെങ്കിൽ നമ്മൾ പറയാം അമേരിക്കൻ പട്ടാളം, അമേരിക്കൻ രാജ്യത്തിന്റെ പട്ടാളം, ഇന്ത്യൻ രാജ്യത്തിന്റെ പട്ടാളം, അല്ലെങ്കിൽ ബ്രിട്ടീഷ് സൈന്യത്തിന്റെ പട്ടാളം, അല്ലെങ്കിൽ ബ്രിട്ടീഷ് രാജ്യത്തിന്റെ. ഇതങ്ങനെയല്ല. നമ്മൾ ജോയിൻ ചെയ്തിരിക്കുന്ന, നമ്മൾ മെമ്പറായിരിക്കുന്ന ഈ സൈന്യത്തിന്റെ പ്രത്യേകത, ഇത് ഏതെങ്കിലും ഒരു കൺട്രിയുടെയോ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെയോ ഒന്നുമല്ല. പിന്നെ ഇത് വ്യക്തി കേന്ദ്രീകൃത സൈന്യമാണ്. അതുകൊണ്ടാണ് ആ 2-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പറയുന്നത് ക്രിസ്തുവേശുവിന്റെ നല്ല ഭടനായ. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, വ്യക്തി കേന്ദ്രീകൃതമായ സൈന്യമാണ്. അപ്പോൾ ഇവിടെ ഏത് വ്യക്തിയാണ്? ക്രിസ്തു കേന്ദ്രീകൃതം ആണിത്. അപ്പോൾ സെക്കുലറായിട്ടുള്ള ഒരു സൈന്യത്തിൽ നിന്ന് നാം ജോയിൻ ചെയ്ത സൈന്യത്തിന്റെ പ്രത്യേകത, നാം നിൽക്കുന്നത് വ്യക്തി കേന്ദ്രീകൃതമായ ഒരു സൈന്യത്തിലാണ്. ആ വ്യക്തിയുടെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് തിമോഥെയോസിനോട് പറയുന്നത് ക്രിസ്തുവേശുവിന്റെ നല്ല ഭടനായി. നമ്മളെ പഴയ നിയമ പുസ്തകം വായിച്ചാല് പഴയ നിയമത്തിലെ ദൈവത്തിന്റെ ഒരു പേര് തന്നെ സൈന്യങ്ങളുടെ യഹോവ എന്നാണ്. എനിക്ക് തന്നെ തോന്നുന്നു ഒത്തിരി പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നുണ്ട് ഓൾഡ് ടെസ്റ്റ്മെന്റിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ്. 46-ാം സങ്കീർത്തനം 11-ാം വാക്യത്തിൽ സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെ ഉണ്ട്, യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. ദൈവത്തിന്റെ പേര് തന്നെ കൊടുത്തിരിക്കുന്നത് സൈന്യങ്ങളുടെ യഹോവ എന്ന പേരിലാണ്. അപ്പോൾ നാം ജോയിൻ ചെയ്തിരിക്കുന്ന ഈ സൈന്യത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകതയാണ് നമ്മൾ പറഞ്ഞത്, ഇത് വ്യക്തി കേന്ദ്രീകൃത സൈന്യമാണ്. ആ വ്യക്തിയുടെ പേര് കർത്താവായ യേശു ക്രിസ്തു എന്നാണ്. രണ്ടാമത്തെ പ്രത്യേകത, ഇത് ഭൗതികമായ യാതൊരു രീതിയിലുമുള്ള അതിരുകളില്ലാത്ത ഒരു രാജ്യത്തിന്റെ സൈന്യമാണ് നാം ജോയിൻ ചെയ്തിരിക്കുന്ന സൈന്യം. ബാക്കി എല്ലാ രാജ്യങ്ങൾക്കും എന്തുണ്ട്? ബൗണ്ടറീസ് ഉണ്ട്, അവർക്ക് അതിരുകളുണ്ട്. ഇപ്പൊ ഇന്ത്യക്ക് തെക്കും കിഴക്കും പടിഞ്ഞാറും ഒക്കെ ആയിട്ട് അതിരുകളുണ്ട്. അതാണല്ലോ നമ്മൾ ഈ അതിർത്തി പ്രശ്നങ്ങൾ കേൾക്കും. എല്ലാ രാജ്യങ്ങൾക്കും ഒരു അതിരുകളുണ്ട്. പക്ഷെ നാം ജോയിൻ ചെയ്തിരിക്കുന്ന ഈ സൈന്യത്തിന്, നാം ഇപ്പോൾ ഉൾപ്പെട്ടു നിൽക്കുന്ന ഈ സൈന്യം ഒരു രീതിയിലുമുള്ള അതിരുകളൊന്നുമില്ലാത്ത ഒരു രാജ്യത്തിന്റെ സൈന്യത്തിന് കൂടെയാണ് നാം ജോയിൻ ചെയ്തിരിക്കുന്നത്. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിനെ വിസ്തരിക്കുന്ന വേളയിൽ പീലാത്തോസ് യേശുവിനോട് ചോദിച്ചു, നീ യഹൂദന്മാരുടെ രാജാവ് തന്നെയാണ്?
യേശു പറഞ്ഞു, അതെ, അത് ഞാനാകും. എന്നിട്ട് യേശു പറഞ്ഞ അടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. എന്റെ രാജ്യം ഐഹികമല്ല എന്ന് പറഞ്ഞാൽ അക്ഷരീകമല്ല. ആയിരുന്നെങ്കിൽ, ബൈബിൾ എഴുതിയിരിക്കുന്ന പോലല്ല ഞാൻ പറയുന്നത്, ഞാൻ ലളിതവൽക്കരിച്ച് പറയാണ്. പീലാത്തോസേ, എന്റെ രാജ്യം ഐഹികമായിരുന്നെങ്കിൽ എന്റെ പടയാളികൾ ഇറങ്ങി വന്ന് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും നിന്റെ കയ്യിൽ അകപ്പെടാതെ എന്നെ സംരക്ഷിക്കുകയും ചെയ്യുമായിരുന്നു എന്നാണ് കർത്താവോട് വെച്ച് പറഞ്ഞതിന്റെ സാരാംശം. ഇപ്പോൾ നിന്റെ ഈ വിസ്താരക്കൂട്ടിൽ ഞാൻ നിൽക്കാൻ കാരണം എന്റെ സോൾജിയേഴ്സ് ആക്റ്റീവ് അല്ല, എനിക്ക് പടയാളികളൊന്നും വന്നിട്ടില്ല. കാരണം ഞാൻ ഇവിടെ സ്ഥാപിച്ച രാജ്യം ഭൗതികമായ ഒരു രാജ്യമല്ല, ഐഹികമായ രാജ്യം. ഇത് പറയുമ്പോൾ ഒരു സുവിശേഷകൻ എന്ന രീതിയിൽ ഒരു സദ്വർത്തമാനം കൂടെ പറയാം. ഭാവികാല ശാസ്ത്രത്തിൽ, എസ്കറ്റോളജിയിൽ, അന്ത്യകാല ശാസ്ത്രം, ഇപ്പോൾ കർത്താവ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ഒരു ആത്മീക രാജ്യമാണെങ്കിലും നിലനിൽക്കുന്ന ഒരക്ഷരീക ദൈവരാജ്യം ഇവിടെ സ്ഥാപിക്കപ്പെടാൻ പോകുന്നു. എന്നാൽ കർത്താവിന്റെ ആദ്യത്തെ വരവിൽ കർത്താവ് പറഞ്ഞു, ഞാനിപ്പോൾ പ്രസംഗിക്കുന്നതും ഞാനിപ്പോൾ സ്ഥാപിക്കുന്നതും അക്ഷരീക ദൈവരാജ്യത്തെ കുറിച്ച് അല്ല, കാരണം എന്റെ രാജ്യം ഐഹികമല്ല. അതുകൊണ്ട് തന്നെ യേശുക്രിസ്തുവിന്റെ രാജ്യം ഈ ലോകത്തെ ഏതെങ്കിലും ഒരു അതിർവരമ്പുകൾക്കകത്ത് നിൽക്കുന്ന രാജ്യമല്ല. യേശുക്രിസ്തുവിന്റെ രാജ്യം ആത്മീക രാജ്യമാണ്. എന്ന് പറഞ്ഞാൽ സകലവും അവന്റെ കാൽ കീഴിലാണ്. കൊലോസ്യലേഖനം 1:15-16 വാക്യങ്ങളിൽ നാം കാണുന്ന രീതി പോലെ സകലവും അവന്റെ കാൽ കീഴിലാണ്. സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. സകലത്തിന്റെയും കാരണഭൂതൻ അവനാണ്. അങ്ങനെയെങ്കിൽ അതിർവരമ്പുകളില്ലാത്ത ഒരു രാജ്യമാണ് യേശുക്രിസ്തുവിന്റെ രാജ്യമെങ്കിൽ ഒരതിർവരമ്പുകളും ഇല്ലാത്ത ഒരു രാജ്യത്തിന്റെ സൈന്യത്തിലാണ് ഞാനും നിങ്ങളും ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ എത്ര പേർക്ക് മനസ്സിലാവും എന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷേ ഗൗരവമുള്ള ചില വിഷയങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. മൂന്നാമത്തെ ഈ സൈന്യത്തിന്റെ പ്രത്യേകത, സൈന്യാധിപൻ തന്നെയാണ് ഈ രാജ്യത്തിന്റെ യജമാനൻ. അല്ലെങ്കിൽ സൈന്യാധിപൻ തന്നെയാണ് ഈ രാജ്യത്തിന്റെ യജമാനൻ എന്ന് പറഞ്ഞാൽ യജമാനൻ തന്നെയാണ് ഈ സൈന്യത്തിന്റെ അധിപൻ. അതാണ് ഈ സൈന്യത്തിന്റെ മൂന്നാമത്തെ പ്രത്യേകത. നമുക്ക് അത് മനസ്സിലാക്കാൻ വേണമെങ്കിൽ യോശുവയുടെ പുസ്തകത്തിലേക്ക് വരാം. ബുക്ക് ഓഫ് ജോഷുവ 5-ാം അധ്യായത്തിന്റെ 13 മുതൽ 15 വരെയുള്ള വേദാംശങ്ങൾ. 5-ാം അധ്യായത്തിന്റെ 13 മുതൽ 15 വരെയുള്ള വേദാംശം. യോശുവ യെരിഹോവിന് സമീപത്ത് ഇരിക്കുമ്പോൾ തല ഉയർത്തി നോക്കി. ഒരു ആൾ കയ്യിൽ വാൾ ഊരി പിടിച്ചുകൊണ്ട് അവന്റെ നേരെ നിൽക്കുന്നത് കണ്ടു. ഉടനെ യോശുവ അവന്റെ അടുക്കൽ ചെന്ന് അവനോട്, നീ ഞങ്ങളുടെ പക്ഷക്കാരനോ ശത്രുപക്ഷക്കാരനോ എന്ന് ചോദിച്ചു. അതിന് അവൻ, അല്ല, ഞാൻ യഹോവയുടെ സൈന്യത്തിന്റെ അധിപതിയായി ഇപ്പോൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ യോശുവ സാഷ്ടാംഗം അവനെ നമസ്കരിച്ചു. അവനോട്, കർത്താവിന് അടിയനോടുള്ള കൽപ്പന എന്താ എന്ന് ചോദിച്ചു. ഉടനെ 15-ാം വാക്യം, യഹോവയുടെ സൈന്യത്തിന്റെ അധിപതി യോശുവയോട്,
നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകുന്നു എന്ന് പറഞ്ഞു. യോശുവ അങ്ങനെ ചെയ്തു. ഇവിടെ യോശുവയുടെ അടുക്കൽ ഇപ്പോൾ വന്നിരിക്കുന്ന ആള് സൈന്യത്തിന്റെ അധിപതിയാണ്. ദ ക്യാപ്റ്റൻ ഓഫ് ദ ലോർഡ്സ് ഹോസ്റ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത് ഇംഗ്ലീഷിൽ. പക്ഷെ ഇതിനകത്തുനിന്ന് ഈ സൈന്യാധിപതി തന്നെയാണ് ഈ രാജ്യത്തിന്റെ യജമാനനെന്നും ഈ രാജ്യത്തിന്റെ യജമാനനായ യഹോവ തന്നെയാണ് സൈന്യാധിപതിയായി വന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം. വെളിപ്പാട് പുസ്തകം നിങ്ങൾ വായിക്കുമ്പോൾ യോഹന്നാന് യേശു ക്രിസ്തു കാണിച്ചൊരു വെളിപ്പാടാണ് വെളിപ്പാട് പുസ്തകത്തിന്റെ പ്രമേയം എന്ന് പറഞ്ഞാല് യോഹന്നാന്റെ വെളിപ്പാടല്ല, യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. അത് യേശു ക്രിസ്തു യോഹന്നാനെ വെളിപ്പെടുത്തി കൊടുത്തതാണ്. അതാണ് വെളിപ്പാട് പുസ്തകം. എന്നാൽ വെളിപ്പാട് പുസ്തകം അവസാനിക്കാറായപ്പോൾ യോഹന്നാൻ ഒരു വെളിവുകേട് കാണിച്ചു. 21 അധ്യായങ്ങളിൽ വെളിപ്പാട് പറഞ്ഞ യോഹന്നാൻ 22 അധ്യായത്തിൽ ഒരു വെളിവുകേട് കാണിച്ചു. അത് മറ്റൊന്നുമല്ല, യോഹന്നാന്റെ മുമ്പിൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. വെളിപ്പാട് പുസ്തകം 22 അധ്യായം 8 വാക്യത്തിൽ 9 വാക്യം ശ്രദ്ധിച്ചാൽ അവിടെ എഴുതിയിട്ടുണ്ട്. ഉടനെ യോഹന്നാൻ ആ ദൂതന്റെ മുന്നിൽ എന്ത് ചെയ്തു? കാൽക്കൽ വീണു, അവനെ നമസ്കരിച്ചു. ഉണ്ടോ? അതൊരു വെളിവുകേടല്ലേ? സ്തോത്രം. ഉടനെ ദൂതൻ എന്ത് ചെയ്തെന്നറിയാമോ? ദൂതൻ യോഹന്നാനോട് പറഞ്ഞു, ദൈവത്തെ നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ എന്നെ അല്ല നീ ആരാധിക്കേണ്ടത്, എന്നെ അല്ല നമസ്കരിക്കേണ്ടത്, ദൈവത്തെ നമസ്കരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ വായിച്ച യോശുവയുടെ പുസ്തകം 5 അധ്യായത്തിന്റെ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ യോശുവ ഈ സൈന്യത്തിന്റെ അധിപതിയുടെ കാൽക്കൽ വീണ് അവനെ എന്ത് ചെയ്തു? നമസ്കരിച്ചു. നമസ്കരിച്ചപ്പോൾ ഈ ദൂതൻ പറഞ്ഞതുപോലെ അതൊരു കേവലം അധിപതിയായിരുന്നെങ്കിൽ പറഞ്ഞേനെ, എഴുന്നേറ്റ് മാറുക, എന്നെ അല്ല ദൈവത്തെ നമസ്കരിക്കുക എന്ന് പറഞ്ഞേനെ. പക്ഷേ ഇവിടെ യോശുവയുടെ ആ നമസ്കാരം, ആരാധന ഈ സൈന്യത്തിന്റെ അധിപതി സ്വീകരിക്കുകയാണ്. ആരാധനയ്ക്ക് യോഗ്യൻ ഒറ്റ ഒരാളെ ഉള്ളൂ. അവന്റെ പേര് കർത്താവായ യേശു ക്രിസ്തു എന്നാണ്. പിതാവായ ദൈവമാണ്, യഹോവയാണ്. അതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാം, ഇതൊരു കേവലം സൈന്യാധിപതി അല്ല, ഇത് ആരാധന സ്വീകരിക്കുന്ന യഹോവയായ ദൈവം തന്നെയാണ് സൈന്യാധിപതിയായിട്ട്. ഇനി തന്നെയല്ല, അവിടെ യോശുവ മറ്റൊരു കാര്യം കൂടെ ചോദിക്കുന്നുണ്ട്. യോശുവ ചോദിക്കുന്നത് കർത്താവിന് അടിയനോടുള്ള കൽപ്പന എന്തെന്ന്. ലോർഡ് എന്നാണ് ഇംഗ്ലീഷ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കർത്താവാണ്, അല്ലാതെ കർത്താവിന്റെ കൽപ്പന പറയാമെന്ന ഒരു ദൂതനല്ല. പണ്ട് മോശയോട് പറഞ്ഞതുപോലെ നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണെന്നും ദൈവസാന്നിധ്യമുള്ള ഇടമാണെന്നും മോശയോട് പണ്ട് പറഞ്ഞത്, ഹോരേബിൽ വെച്ച് പറഞ്ഞതുപോലെ ഇവിടെയും പറയുകയാണ്, നിന്റെ കാലിലെ ചെരുപ്പ് നീ എന്ത് ചെയ്യണം? അഴിച്ചു കളയാൻ. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഈ സൈന്യത്തിന്റെ അധിപതി ആയി വന്നിരിക്കുന്നയാള് ഈ സൈന്യത്തിന്റെ യജമാനനാണ്, അല്ലെങ്കിൽ രാജ്യത്തിന്റെ തന്നെ യജമാനനാണ്. അതാണ് നാം ജോയിൻ ചെയ്തിരിക്കുന്ന ഈ സൈന്യത്തിന്റെ പ്രത്യേകത. ഈ സൈന്യത്തിന്റെ അധിപതിയും ഈ സൈന്യത്തിന്റെ യജമാനനും ഒരാളാണ്.
നമ്മള് ചുറ്റുപാടൊക്കെ നോക്കിയാൽ പല രാജ്യങ്ങളിലും സൈന്യത്തിന്റെ അധിപതിയായിട്ട് ജോലി ചെയ്യുന്നത് കൂലിക്ക് ആളുകളാണ്. ഇപ്പം ദാവീദ് രാജ്യം ഭരിച്ചപ്പം ദാവീദിന്റെ രാജ്യത്തിന്റെ സൈന്യാധിപതിയായിരുന്നു യോവാബ് എന്ന് പറയുന്ന മനുഷ്യൻ. അതായത് ദാവീദിന്റെ പെങ്ങൾ സെരൂരയുടെ മകൻ യോവാബും അബിഷായുമായിരുന്നു സൈന്യാധിപന്മാർ. പക്ഷേ കൂലിക്കായിരുന്നവരൊക്കെ സൈന്യാധിപതിയുടെ ജോലി ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ നാം ജോയിൻ ചെയ്തിരിക്കുന്ന സൈന്യം അങ്ങനെയല്ല. നമ്മുടെ സൈന്യാധിപനും നമ്മുടെ യജമാനനും ഒറ്റ ഒരാളാണ്. ഇത്ര അഭിമാനകരമായ ഒരു സൈന്യത്തിനകത്ത് ജോയിൻ ചെയ്യാൻ ഭാഗ്യം ലഭിച്ചവരെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുക. ഇനി നാലാമത്തെ കാര്യം, ഈ സൈന്യത്തിന്റെ നാലാമത്തെ പ്രത്യേകത, നാലാമത്തെ ഫീച്ചർ, യുദ്ധം ചെയ്യുന്നതും നയിക്കുന്നതും ഈ സൈന്യത്തിന്റെ സൈന്യാധിപൻ തന്നെയാണ്. യുദ്ധം ചെയ്യുന്നതും നയിക്കുന്നതും ഈ രാജ്യത്തിന്റെ സൈന്യാധിപൻ തന്നെയാണ് എന്നുള്ളതാണ് നാലാമത്തെ പ്രത്യേകത. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് പറയും. സാധാരണ പല രാജ്യങ്ങളിലും നമ്മൾ കാണുന്നത് സൈന്യാധിപന്മാരെ, ക്യാപ്റ്റന്മാരെ നയിക്കും. അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അവിടെ പോയി നിൽക്കണം, ഇവിടെ പോയി, ഇങ്ങനെ നയിക്കും. താഴെ തട്ടിലുള്ള സോൾജിയേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്? യുദ്ധത്തിൽ ഏർപ്പെടുന്നത്. അപൂർവമായിട്ടുള്ള സൈന്യാധിപന്മാരെ യുദ്ധം ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ബാക്കിയെല്ലാം അവർ നയിക്കുകയാണ്. യുദ്ധതന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും ഇന്നതുപോലെ ചെയ്യണമെന്ന്, ഇന്നടത്തോട്ട് പോകണമെന്ന് അവർ നയിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ സൈന്യാധിപന്റെ പ്രത്യേകത, അവൻ നയിക്കുകയല്ല, അവൻ മുൻപിൽ നിന്ന് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയാണ് ചെയ്യുന്നത്. മറ്റു സൈന്യാധിപന്മാരെ പോലെ സാധുക്കളായ സോൾജേഴ്സിനെ എല്ലാം കൂടെ ഫ്രണ്ടിലോട്ട് നിർത്തിയിട്ട് പുറകിൽ പോയി നിൽക്കുകയല്ല ചെയ്യുന്നത്. നമ്മുടെ സൈന്യാധിപന്റെ പ്രത്യേകത, അവൻ നമുക്ക് മുൻപിൽ തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുമ്പിലായി നിന്ന്, നായകനായി നിന്ന് നമുക്ക് വേണ്ടി ആ സൈന്യാധിപൻ യുദ്ധം ചെയ്യുന്ന സൈന്യാധിപനാണ്. അങ്ങനെയാണെങ്കിൽ ഇത് കേവലം നയിക്കുന്ന ഒരു സൈന്യാധിപന്റെ ആർമിയിലല്ല നിങ്ങൾ വന്നിരിക്കുന്നത്. നയിക്കുകയും നിങ്ങൾക്ക് വേണ്ടി മുൻപിൽ നിന്ന് യുദ്ധം ചെയ്യുകയും ചെയ്യുന്ന ഒരു സൈന്യത്തിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളായിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നെങ്കിൽ അത് ഭാഗ്യകരമായ കാര്യമാണ്. ഇനി ഈ സൈന്യത്തിന്റെ അഞ്ചാമത്തെ പ്രത്യേകത, ഇത് സമാധാനം അനുഭവിക്കുന്ന സൈന്യമാണ്. പല ആളുകൾക്കും ഈ സൈന്യത്തിൽ ജോയിൻ ചെയ്തിട്ടും സമാധാനമില്ല. സമാധാനം ഉണ്ടാകണമെങ്കിൽ സൈന്യത്തിൽ ജോയിൻ ചെയ്താൽ മാത്രം പോരാ, സൈന്യാധിപൻ പറയുന്നതൊക്കെ അനുസരിക്കണം. അത് വളരെ ക്ലിയർ ആയിട്ട് തിമോഥെയോസിന് പൗലോസ് ഈ ആഹ്വാനം കൊടുക്കുമ്പോൾ പറയുന്നുണ്ട്. നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. 2-ാം അധ്യായം, 2 തിമോഥെയോസ് 2-ാം അധ്യായം 4-ാമത്തെ വാക്യം 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ എഴുതിയിട്ടുണ്ട്, പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന്. മനസ്സിലായില്ലേ? നിന്നെ ഈ സൈന്യത്തിനകത്ത് ചേർത്തവനെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ് സൈന്യത്തിൽ ജോയിൻ ചെയ്ത സകല സോൾജിയേഴ്സിന്റെ ഈ ഉത്തരവാദിത്വം. അല്ലാതെ സൈന്യത്തിൽ ജോയിൻ ചെയ്തിട്ട് അവനവന് തോന്നുന്ന രീതിയിൽ ജീവിക്കാനല്ല. പിന്നെ നിന്നെ ആരാണോ ഈ സൈന്യത്തിലേക്ക് ചേർത്തത്, ആ സൈന്യത്തിൽ ചേർത്തവനെ പ്രസാദിപ്പിക്കണം.
ഇടപെടാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഇടപെടരുത്. പിന്നെ ഈ സൈന്യത്തിൽ നിന്നുകൊണ്ട് അലസമായിരിക്കാൻ പാടില്ല. പിന്നെ ചട്ടപ്രകാരം മല്ല് കെട്ടി പോരാടണം. ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങളുണ്ട്. എന്നാൽ മാത്രമേ ഈ സൈന്യത്തിൽ ജോയിൻ ചെയ്തവർക്ക് സമാധാനം അനുഭവിക്കാൻ കഴിയൂ. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരാം. 16-ാം അധ്യായത്തിൽ അതിന്റെ 33-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കും. നമുക്ക് സമാധാനം ഉണ്ടാകാൻ വേണ്ടി കർത്താവ് പറയുകയാണ്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. നിങ്ങൾ സൈന്യത്തിൽ ചേർന്നാലും നിങ്ങൾക്ക് എന്തുണ്ട്? കഷ്ടമുണ്ട്. അതാണല്ലോ തിമോഥെയോസിനോട് പറഞ്ഞത്. എന്താ പറയുക? ക്രിസ്തുവേശുവിന്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം അനുഭവിക്കണം. ലോകത്തിൽ കഷ്ടമുണ്ട്. ഈ ആർമിയിൽ ജോയിൻ ചെയ്തെന്ന് പറഞ്ഞ് കഷ്ടമില്ല എന്ന് ആരും ചിന്തിക്കരുത്. കഷ്ടമുണ്ട്. പക്ഷെ ആ കഷ്ടം നിന്നെ അവസാനിപ്പിക്കത്തില്ല. ആ കഷ്ടം നിന്നെ തീർക്കത്തില്ല. കാരണം ഈ കഷ്ടത്തെ ജയിച്ചവനാണ് നിന്റെ ആർമിയുടെ ലീഡർ. ഈ കഷ്ടത്തെ ജയിച്ചവനാണ് ഈ ആർമിയുടെ ഓണറും സൈന്യാധിപതിയുമായി നിൽക്കുന്നത്. നിനക്ക് സമാധാനം ഉണ്ടാകാൻ അവൻ എന്ത് ചെയ്തു? അവൻ ക്രൂശിൽ പിശാചിന്റെ തലയെ തകർത്ത്, കൊലോസ്യ ലേഖനത്തിന്റെ ഭാഷയെ പറഞ്ഞാൽ സാത്താന്റെ ആയുധവർഗം അവൻ ക്രൂശിൽ വെച്ച് പിടിച്ചു വാങ്ങിച്ചു. അതുവഴി ക്രൂശിലൂടെ അവൻ നിനക്ക് സമാധാനം ഉണ്ടാക്കി നൽകുന്നു. ആ സമാധാനം അനുഭവിക്കാൻ വേണ്ടിയാണ് നമ്മെ ഈ ആർമിയിലേക്ക്, സൈന്യത്തിലേക്ക് അവൻ സ്വാഗതം ചെയ്യുന്നത്, ജോയിൻ ചെയ്യിക്കും. അപ്പോൾ നമ്മൾ ഈ സൈന്യത്തിന്റെ 5 പ്രത്യേകതകളാണെന്നാണ് എൻ്റെ ഓർമ്മ. 5 പ്രത്യേകതകൾ നമ്മളിപ്പോൾ ചിന്തിച്ചു. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മൾ 5 കാര്യങ്ങൾ ഈ സൈന്യത്തിന്റെ പ്രത്യേകത കണ്ടു. എന്തൊക്കെയായിരുന്നു? 1, ഇത് വ്യക്തി കേന്ദ്രീകൃത സൈന്യമാണ്. ആ വ്യക്തി ആരാണെന്ന് ഞാൻ പറഞ്ഞു, കർത്താവായ യേശുക്രിസ്തു. 2, ഇത് അതിരുകളില്ലാത്ത രാജ്യത്തിന്റെ സൈന്യമാണ്. 3, ഈ സൈന്യത്തിന്റെ സൈന്യാധിപനും യജമാനനും ഒരാളാണ്. 4, ഈ സൈന്യത്തിന്റെ അധിപതി നയിക്കുക മാത്രമല്ല, മുൻപിൽ നിന്ന് യുദ്ധം ചെയ്യുന്നവരാണ്. 5, ഈ സൈന്യം സമാധാനം അനുഭവിക്കാൻ വിളിക്കപ്പെട്ട സൈന്യമാണ്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ്, സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുക. എന്താണ് ഈ സൈന്യത്തിൽ പ്രവേശിക്കാൻ വേണ്ട റിക്വയർമെന്റ്? എന്താണ് ഈ സൈന്യത്തിൽ പ്രവേശിക്കാൻ വേണ്ട യോഗ്യത, ക്വാളിഫിക്കേഷൻ, എലിജിബിലിറ്റി എന്താണ് വേണ്ടത്? സാധാരണ നമ്മുടെ ഒരു മിലിറ്ററി പ്രവേശിക്കണമെങ്കിൽ ഒത്തിരി ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നു. വിദ്യാഭ്യാസ യോഗ്യത പണ്ടൊക്കെ 10ാം ക്ലാസ് മതിയായിരുന്നു തോന്നി, ഇപ്പൊ അത് അപ്ഗ്രേഡ് ചെയ്തു, കൂട്ടിയെന്നാണ് എൻ്റെ ഓർമ്മ. ഇത് കൂടാതെ വേറെ പല യോഗ്യതകൾ ചോദിക്കുന്നുണ്ട്. നീളം, പൊക്കവും വണ്ണവും ചോദിക്കുന്നുണ്ട്. നെഞ്ചിന്റെ അളവ് വരെ ചോദിക്കുന്നുണ്ട്. പിന്നെ കായികക്ഷമത, ഓടാനും ചാടാനും ഉള്ള കഴിവുണ്ടോ ചോദിക്കുന്നുണ്ട്. വൈകല്യമുള്ളവരൊന്നും അവരെടുക്കുകയല്ല. എന്ന് പറഞ്ഞാൽ ബോഡി അത്ര ഫിറ്റ് ഉള്ളവരെ മാത്രമേ അവർ എടുക്കുകയുള്ളൂ. നമ്മളെ ഒന്നും ആ പഞ്ചായത്തിൽ പോലും കയറ്റുകയല്ല. എന്ന് പറഞ്ഞാൽ അത്ര ബോഡി ഫിറ്റ് ആയ ആളുകൾക്ക്, അങ്ങനെയുള്ള ക്വാളിഫിക്കേഷൻസുകൾ, എലിജിബിലിറ്റികൾ ഉള്ളവർക്ക് മാത്രമേ സൈന്യത്തിൽ ചേരാൻ കഴിയൂ. പക്ഷേ കർത്താവായ യേശുക്രിസ്തുവിന്റെ രാജ്യത്തിലെ സൈന്യത്തിലേക്ക് ഞാൻ ഈ ദൈവവചന ശുശ്രൂഷയിലൂടെ നിങ്ങളെ സ്വാഗതം ചെയ്യുമ്പോൾ, സ്തോത്രം, ഈ സൈന്യത്തിൽ ചേരാൻ 2 യോഗ്യതകളാണ് ഞാൻ കണ്ടത്. ഒന്നാമത്തെ യോഗ്യത,
അംഗീകരിക്കാനുള്ള ഒരു മനസ്സാണ് വേണ്ടത്. അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ അതാണ് ഒന്നാമത് നിങ്ങൾക്ക് ഈ സൈന്യത്തിൽ ജോയിൻ ചെയ്യാനുള്ള യോഗ്യത. എന്താണ് അംഗീകരിക്കാനുള്ള മനസ്സ് എന്ന് പറയാൻ കാരണമുണ്ട്? എന്തംഗീകരിക്കാനാണ്? യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടുമെന്ന് റോമർ 10:9 പറയുന്നു. അപ്പോൾ അംഗീകരിക്കേണ്ട കാര്യം എന്താണ്? യേശുക്രിസ്തുവിനെ നിന്റെ കർത്താവാണെന്ന് നീ വാഗൊണ്ട് ഏറ്റുപറഞ്ഞ് അംഗീകരിക്കണം. യേശുക്രിസ്തു എൻ്റെ പാപത്തിനു വേണ്ടിയാണ് കാൽവരി ക്രൂശിന്മേൽ മരിച്ചു എന്ന്, അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് നീ ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. അത് നീ അംഗീകരിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ നീ അംഗീകരിക്കുന്ന നിമിഷം ഈ ആർമിയിലേക്ക് നിനക്ക് ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിലും, അംഗവൈകല്യം ഉണ്ടെങ്കിലും, എന്തെല്ലാം ഡിസ്ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും നിനക്ക് ഈ ആർമിയിലേക്ക് ജോയിൻ ചെയ്യാൻ കഴിയുന്ന ഒന്നാമത്തെ കാര്യം ഈ രണ്ട് കാര്യങ്ങൾ നീ അംഗീകരിക്കുക എന്നതാണ്. അതായത് രക്ഷിക്കപ്പെടുക. രക്ഷിക്കപ്പെട്ടവന് മാത്രമേ ഈ സൈന്യത്തിൽ കയറാൻ പറ്റൂ. ഇന്ന് ഒത്തിരി കവലടയന്മാർ നമ്മുടെ സഭയിലുണ്ട് രക്ഷിക്കപ്പെടാത്ത. രക്ഷ എന്ന് പറയുന്നത് ഈ ഒരു കാര്യം കൊണ്ട് മാത്രം തീരുന്നില്ല. രക്ഷ ത്രികാല ശാസ്ത്രമാണ്. രക്ഷയ്ക്ക് അടുത്ത പടികളുണ്ട്. ഇപ്പൊ എന്റെ ടോപ്പിക് അല്ലാത്തതുകൊണ്ട് ഞാൻ അതിലോട്ട് വരും. രക്ഷിക്കപ്പെടും, രക്ഷിക്കപ്പെട്ടു, രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ 3 കാലങ്ങളിലൂടെയാണ് സാൽവേഷൻ. അത് ഒരു സോറ്റീരിയോളജിയാണ് ഇരിക്കുന്നത്. രക്ഷാ തത്വശാസ്ത്രം മറ്റൊരു ടോപ്പിക്. അപ്പോൾ ഒന്ന്, ഈ സൈന്യത്തിൽ ചേരാൻ ഒന്ന് അംഗീകരിക്കാൻ ഒരു മനസ്സുണ്ട്. രണ്ടാമത്തെ കാര്യം പറയാം, അതുകൂടെ പറയാൻ, അനുസരിക്കുന്നവർക്ക് മാത്രമേ ഈ സൈന്യത്തിനകത്ത് പ്രവേശിക്കാൻ പറ്റൂ. കർത്താവായ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരെ അയക്കുമ്പോൾ മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ തന്റെ ശിഷ്യന്മാരെ അയക്കുമ്പോൾ അവരോട് പറഞ്ഞൊരു പ്രത്യേക കാര്യമുണ്ട്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് ഒക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിയുള്ളൂ. അപ്പം കർത്താവ് കൽപ്പിച്ചതൊക്കെ നിങ്ങൾ പോയി സകല ജാതികളെടുത്തും പോയി അതവരെ ഉപദേശിക്കണം, ടീച്ച് ചെയ്യണമെന്ന് പറഞ്ഞു. എന്തിനാ ടീച്ച് ചെയ്യാൻ പറഞ്ഞത്? പ്രമാണിപ്പാൻ തക്കവണ്ണം. കുഞ്ഞെ ആർമിക്കകത്തുണ്ടെന്ന് പറഞ്ഞൊരു ചുമ്മാ നടന്നാൽ നിന്നെ ആർമിയുടെ ഉടമസ്ഥരെടുത്ത് പുറത്ത് കളയും. അപ്പൊ നമ്മുടെ ഇന്ത്യയുടെ മിലിറ്ററിക്കകത്താണെങ്കിലും ആ മിലിറ്ററിക്ക് ഒരു റൂളുണ്ട്. ആ രാജ്യത്തിനൊരു നിയമമുണ്ട്. ആ നിയമം പ്രമാണിക്കാതെ, ആ മിലിറ്ററിയുടെ റൂളുകൾ പ്രമാണിക്കാതെ, പ്രോട്ടോക്കോളുകൾ അനുസരിക്കാതെ നിനക്ക് തോന്നുന്ന രീതിയിൽ പോയാൽ അവിടുത്തെ കോർട്ട് മാർഷൽ ചെയ്യും. മിലിറ്ററിക്ക് പ്രത്യേക കോടതിയുണ്ട്. അവരവിടെ കോർട്ട് മാർഷൽ ചെയ്ത് നീ അത് പ്രമാണിച്ചില്ല, നീ ആ റൂൾ വയലേറ്റ് ചെയ്യുന്ന കണ്ടാൽ നിന്നെ എടുത്ത് പുറത്ത് കളയും. ചില ആളുകൾ പറയുന്നത് ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു, ഇനി കുഴപ്പമൊന്നുമില്ല, റൂളൊന്നും പാലിച്ചില്ലെങ്കിലും കുഴപ്പമില്ലെന്ന. പക്ഷെ അത് നമ്മുടെ തോന്നലാണ്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇത് പ്രമാണിക്കാനാ തന്നത്. അത് പ്രമാണിക്കുന്നവന് മാത്രമേ ഈ മിലിറ്ററിക്കകത്ത് സ്ഥിരമായി നിലനിൽക്കാൻ കഴിയും. ഈ രണ്ട് കാര്യങ്ങൾ അംഗീകരിക്കാൻ ഒരു മനസ്സും അനുസരിക്കാൻ ഒരു ഹൃദയവും നിനക്കുണ്ടെങ്കിൽ ഒരു മുതൽ മുടക്കുമില്ലാതെ നിങ്ങൾക്ക് ഈ മിലിറ്ററിയിൽ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്തവരൻ എന്നെ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾ ആ മിലിറ്ററിയിൽ ഇപ്പോഴും ഉണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. സ്തോത്രം. ഇല്ല, കയറിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങളെ ഈ മിലിറ്ററിയിലേക്ക് ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കയറാത്തവർക്ക് ഈ സന്ദേശം അയച്ചു കൊടുക്കുക. ഇത് അവർക്കൊരു അനുഗ്രഹമായി തീരട്ടെ. ആകയാൽ ഈ സന്ദേശം വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുക. നമുക്കും ആ പൗലോസിനെ പോലെ, ആ തിമോഥെയോസിനെ പോലെ ക്രിസ്തുയേശുവിന്റെ നല്ല ഭടനായി
ഒന്നുകൂടെ പറയാം, ഗുഡ് സോൾജറായി, നല്ല ഭടനായി നമുക്കും അവനോടുകൂടെ കഷ്ടം അനുഭവിപ്പാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് വചനങ്ങൾ നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി തലകൾ വണക്കാം, കണ്ണിരുന്നെങ്കിൽ. പ്രിയ പിതാവേ, നസറേനായ യേശുവിൻ നാമം, അങ്ങയുടെ ആത്മാവ് ഞങ്ങളുടെ നടുവിൽ വചനത്തിലൂടെ ഞങ്ങളോട് ഇടപെട്ടതിനായി സ്തോത്രം. വചനത്തിന്റെ ഏടുകളെ കർത്താവ് തുറന്നതിനായി സ്തോത്രം. ഈ പ്രിയപ്പെട്ടവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ആത്മാവിന്റെ ഭയങ്കര സ്പർശനം മഹത്വം കർത്താവ് അത്ഭുതം ചെയ്യും, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. കർത്താവ് നിങ്ങൾ എല്ലാവരെയും സഹായിക്കട്ടെ. Pastor, thank you very much. Blessed message. Amen. Praise the Lord. Praise the Lord. Thank you, Pastor. Thank you very much. That was a really blessed message. Thank you very much. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും നാം ഓരോരുത്തരോടും, നാം പ്രാർത്ഥിച്ച വിഷയങ്ങളോടും, നാം കേട്ട വചനങ്ങളോടും, ഹല്ലേലൂയ, നമ്മളോട് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം സംസാരിച്ച പ്രിയ കർത്താവിന്റെ ദാസനോടും ശുശ്രൂഷകളോടും കർത്താവിന്റെ വരവരെയും ഇന്നും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. നമുക്ക് എത്രത്തോളം സ്വയം തന്ന നമ്മുടെ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വരണമേ. ബ്രദറെ, ഇന്ന് എനിക്ക് ഇറങ്ങിയതുകൊണ്ടൊന്ന് കയറാനൊത്ത് എല്ലാവർക്കും എൻ്റെ സ്നേഹത്തിനാണ് എനിക്കൊന്ന് തുടർന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എത്രയും വേഗം. റെജി ബ്രദറെ, പ്രൈസ് ദി ലോർഡ്. കനവ് സിസ്റ്ററെ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആന്റി, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ആന്റി, കുഞ്ഞിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട്. കുഞ്ഞു എങ്ങനെ ബെറ്റർ ആവുന്നോ? കുഞ്ഞിനൊരു സർജറി ഉണ്ടായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ആന്റി. അതിലൂടെ കടന്നുപോയി, ഡിസ്ചാർജ് ആയിട്ടില്ല, സ്റ്റിൽ ഇൻ ദ ഹോസ്പിറ്റൽ. ഞാനിപ്പോഴും ഇന്ത്യയിലാണ്. എനിക്ക് എനിക്കൊന്ന് കയറാനൊത്തു. ദൈവത്തിന് സ്തോത്രം. പുള്ളി അങ്ങോട്ടും പള്ളിയിലോട്ട് പോയി. നേരം ഞാനൊന്ന് കയറി നോക്കിയതാ. അവസരം കിട്ടുന്നുണ്ടെ കയറാം എത്രയും വേഗം. ഞാൻ എല്ലാവരെയും മിസ് ചെയ്യുന്നു. എല്ലാവരുടെയും പ്രാർത്ഥന ഒത്തിരി. കനക സിസ്റ്റർ, പ്രൈസ് ദി ലോർഡ്. ഞാൻ വീഡിയോ ഓണാക്കിയാൽ എൻ്റെ കാണാന് വല്ലാതെ മിസ് ചെയ്യുന്നു. അതാ എത്രയും വേഗം ഈ സാറ കണ്ടപ്പോഴേ ഞങ്ങൾക്ക് തോന്നി ജൂലി ഇത്രയുള്ള ആന്റി കഴിയുന്നത്ര നാടകം എൻജോയ് ചെയ്യാൻ. ആന്റിയുടെ ശരീരം മാത്രമേ അവിടെയുള്ളൂ, മനസ്സ് മാത്രമേ എല്ലാവരെയും പ്രത്യേകിച്ച് നാളെ നോക്കട്ടെ കയറാമോന്ന്. ഒക്കുന്ന സമയത്ത് കയറാം. എല്ലാരെയും ഒന്ന് കാണാൻ എൻ്റെ ദൈവം എനിക്ക് ഇടയാക്കിയതിനായിട്ട് സ്തോത്രം. ഓക്കെ, എന്നാല് ഓക്കെ ബൈ എവരിബഡി. താങ്ക് യു.